കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും വിചിത്രമായ പ്രസ്താവന, ആളുകൾ ഇങ്ങനെ കുഴിയിൽ കഞ്ഞി കുടിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. വേറൊരു പ്രസിദ്ധ സിനിമാ നടനായ BJP സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന, എനിക്ക് അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്ത ഒരു പണിയെടുക്കുക, ഒരു പണിയും എടുത്തെങ്കിൽ ഭിക്ഷാടനത്തിന് പോവുക, പിന്നെ നായർ സ്ത്രീകളുമായിട്ട് സംബന്ധം കൂടി കഴിഞ്ഞു കൂടുക, അങ്ങനെയുള്ളൊരു സ്വപ്നം. അത് മാത്രമല്ല, നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ അടിമകളായിട്ട് നിങ്ങൾക്ക് കുഴിയിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന ഒരു വലിയ മേലാളനായിട്ട് എനിക്ക് ജനിക്കണമെന്നാണ് പറഞ്ഞത്. ഒന്നിച്ചുള്ള സമരങ്ങൾ, ഒന്നിച്ചുള്ള സംവാദങ്ങൾ, ഒന്നിച്ചുള്ള ചർച്ചകൾ, ഒന്നിച്ചുള്ള സിനിമ കാണലുകൾ, ഇതെല്ലാം നിങ്ങൾ ചെറുപ്പക്കാർ നടത്തണം. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു പാട്ടൊക്കെ പാടിയാലോ? ചീറുകുത്തി വരമ്പിട്ട കാലത്ത് തമ്പുരാനില്ല വരമ്പേല്, പോയി തമ്പുരാനില്ല വരമ്പേല്, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. ചീറുകുത്തി വരമ്പിട്ട കാലത്ത് തമ്പുരാനില്ല വരമ്പേല്, പോയി തമ്പുരാനില്ല വരമ്പേല്, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. വെള്ളം ചവിട്ടി കുറച്ചൊരു കാലത്തും തമ്പുരാനില്ല വരമ്പേല്, പോയി തമ്പുരാനില്ല വരമ്പേല്, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. വിത്തു അരി വിതച്ചൊരു കാലത്തും തമ്പുരാനില്ല വരമ്പേല്, പോയി തമ്പുരാനില്ല വരമ്പേല്, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. എന്റെ ചന്രാത്തിരി കാവല് നിന്നപ്പ തമ്പുരാനില്ല വരമ്പേല്, പോയി തമ്പുരാനില്ല വരമ്പേല്, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. മുണ്ടകൻ ചുണ്ടു പഴുക്കണ കാലത്തിലേ കൊയ്യാറായി തമ്പുരാനുണ്ട് വരമ്പേല്, ഇപ്പൊ തമ്പുരാനുണ്ട് വരമ്പേല്, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. 90,000 കൊയ്തുണ്ടോ നിന്നപ്പോഴേ കൊടയൂടി തമ്പുരാനുണ്ട് വരമ്പേല്, ഇപ്പൊ തമ്പുരാനുണ്ട് വരമ്പേല്, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. തമ്പുരാനിന്റെ പിടിത്താള് കണ്ടപ്പോ പമ്പരം പോലൊരു കണ്ണുരുട്ട്, പോയി പമ്പരം പോലൊരു കണ്ണുരുട്ട്, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര, തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. ഈ പാട്ട് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഒരു ചരിത്രമാണ്. ഈ പാട്ടിൻ്റെ അവസാനം പറയുന്നത്, എൻ്റെ അച്ഛനാണ് ഈ പാടത്തിന് കാവൽ നിന്നത്, അന്നൊന്നും തമ്പുരാനെ ഈ വാർഡിലെങ്ങും കണ്ടിട്ടില്ല. ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ തമ്പുരാൻ കൊടയും ചൂടി വരമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ഇത് ഏത് കാലത്തെ പ്രതിനിധീകരിക്കുന്നതാണ്? ഇത് കേരളത്തിലെ ഭൂരിപക്ഷ ജനങ്ങൾക്കും ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാതിരുന്ന മലയപ്പുലയൻ്റെ കാലത്തെയാണ് ഈ പാട്ട് പ്രതിനിധാനം ചെയ്യുന്നത്. മലയപ്പുലയൻ അയാളുടെ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ വേണ്ടി, അയാളുടെ കുടുംബത്തിന് തിന്നാൻ വേണ്ടി വെച്ച വാഴ കുലച്ച് പഴുത്തപ്പോൾ ആ പഴം കണ്ട് കൊതിയൂറിയിരുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും കീറി മുറിച്ചുകൊണ്ട് അതിൻ്റെ കഴുത്തറുത്തുകൊണ്ട് ജന്മി ഈ പഴക്കുല കൊണ്ടുപോയെങ്കിൽ ആ കാലത്തുള്ള പാട്ടാണത്. ആ കാലം ഇനിയും വേണോ വരണോ എന്ന് നിങ്ങൾ ജനങ്ങളോട് ചോദിക്കണം. ആ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അടിമയുണ്ടായിരുന്നു, ഉടമയുണ്ടായിരുന്നു. ആരായിരുന്നു അടിമകൾ? ഈ നാട്ടിലെ കീഴാളർ എന്ന ജനത, പച്ചയായിട്ട് പറഞ്ഞാൽ ദളിതരായിട്ടുള്ള ആളുകൾ, പുലയർ, പറയർ തുടങ്ങിയിട്ടുള്ള ഏറ്റവും സാധുക്കളായിട്ടുള്ള ജനങ്ങൾ. അവർക്ക് എങ്ങനെയായിരുന്നു ആഹാരം കൊടുത്തിരുന്നത്? നിങ്ങൾക്കറിയാം. ഡോക്ടർ എം കുഞ്ഞാമൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലുണ്ട്. അതിനകത്ത് പറയുന്നത് കുഞ്ഞാമൻ്റെ ഒരു ജീവചരിത്രം. കുഞ്ഞാമൻ ആരും നിങ്ങൾക്കറിയാം. ഇന്ത്യ കണ്ട ധനതത്വ ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു കുഞ്ഞാമൻ. വേറൊരു കേരളം സാധ്യമാണ് എന്ന ചിന്തയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവുമെല്ലാം കേരളത്തിൽ ഒരു വലിയ ചർച്ച നടത്തിയ സമയത്ത് അതിൽ സജീവമായി പങ്കെടുത്തിരുന്ന ആളായിരുന്നു ഡോക്ടർ കുഞ്ഞാമൻ. ഈ കുഞ്ഞാമൻ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ ഒരു അനുഭവം പറയുന്നുണ്ട്. കുഞ്ഞാമൻ ജന്മിയുടെ വീട്ടിൽ ചെല്ലുന്നു. വിശന്ന് വലഞ്ഞു നിൽക്കുന്ന കുഞ്ഞാമനാണ്. ആ കുഞ്ഞാമനും മറ്റ് ആളുകൾക്ക് വേണ്ടിയിട്ട്
ജന്മി മണ്ണിൽ ഒരു കുഴിയുണ്ടാക്കി കൊടുക്കുന്നു. ആ മണ്ണിലെ കുഴിയിൽ ഇല വെച്ചിട്ട് അതിനകത്തോട്ട് കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്നു. കുഞ്ഞാമൻ അത് എങ്ങനെയെങ്കിലും വാരി കുടിക്കുന്ന സമയത്ത് ഒരു പട്ടി കൂടി വന്ന് അടുത്ത് നിൽക്കുന്നു. പട്ടിയും കുഞ്ഞാമനും കൂടി ഒരേ കുഴിയിൽ നിന്നും ഈ കഞ്ഞി കുടിക്കുന്നു. കുഞ്ഞാമന് പട്ടിയോട് ദേഷ്യമൊന്നും തോന്നില്ല. അതും എന്നെപ്പോലെ വിശപ്പുള്ള ഒരു ജീവിയാണല്ലോ എന്ന വലിയ ഒരു ആശയമാണ് കുഞ്ഞാമന് തോന്നി. ഇതൊരു നല്ല സംരംഭമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇങ്ങനെയൊരു കാലം തിരിച്ചു വരണോ? നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം മാത്രമല്ല, നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് നിങ്ങളുടെ ജനങ്ങളെ കാണുന്ന സമയത്ത് അവരോട് ചോദിക്കണം, ഇത് മാറിയ കാലമാണ്, ഈ പഴയ കാലത്തിനായി നിങ്ങൾ പോകണോ? ഇത് ആഹ്ലാദകരമായൊരു കാഴ്ചയാണോ? ഒരിക്കലുമല്ല. എന്നാൽ ഇങ്ങനെയൊരു കാഴ്ച കാണണം, അത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞ ആളാണ് കൊല്ലത്തെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. നിങ്ങൾക്ക് ജനങ്ങളോട് തുറന്നു പറയാൻ ഏറ്റവും നല്ലൊരു സന്ദർഭമാണിത്. കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും വിചിത്രമായ പ്രസ്താവന, ആളുകൾ ഇങ്ങനെ കുഴിയിൽ കഞ്ഞി കുടിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. വേറൊരു പ്രസിദ്ധ സിനിമാ നടനായ BJP സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന, എനിക്ക് അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്ത ഒരു പണിയെടുക്കുക, ഒരു പണിയും എടുത്തെങ്കിൽ ഭിക്ഷാടനത്തിന് പോവുക, പിന്നെ നായർ സ്ത്രീകളുമായിട്ട് സംബന്ധം കൂടി കഴിഞ്ഞു കൂടുക, അങ്ങനെയുള്ളൊരു സ്വപ്നം. അത് മാത്രമല്ല, നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ അടിമകളായിട്ട് നിങ്ങൾക്ക് കുഴിയിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന ഒരു വലിയ മേലാളനായിട്ട് എനിക്ക് ജനിക്കണമെന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ജനങ്ങളോട് പറയണം. അയാളാണ് സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയ്ക്കെതിരെയാണ് ബാലേന്ദ്ര ചുള്ളിക്കാട് ഒരു മുദ്രാവാക്യ കവിത എഴുതിയത്. ഈ മുദ്രാവാക്യ കവിത കോളേജ് വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കവിതയായിട്ട് മാറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഫേസ്ബുക്കിലും മറ്റ് ആധുനിക സങ്കേതങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ആളുകൾ അഭിവാദ്യം ചെയ്തൊരു കവിതയായിട്ട് മാറിയിട്ടുണ്ട്. അതിന് കാരണം ഈ കൃഷ്ണകുമാറിൻ്റെ പ്രസ്താവനയാണ്. അപ്പോൾ പഴയ കാലം തിരിച്ചു വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ, പ്രതിരോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം കേട്ടേ പറ്റൂ. കാര്യം ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ് ഞാൻ ആദ്യം പാടിയ ഈ പാട്ടിൻ്റെ അവസ്ഥ മാറിയത്, ആളുകൾക്കെല്ലാം ഭൂമി കിട്ടിയത്. 4 സെന്റ് സ്ഥലമെങ്കിലും 5 സെന്റ് സ്ഥലമെങ്കിലും 10 സെന്റ് സ്ഥലമെങ്കിലും ഓരോ ആളുകൾക്കും കിട്ടിയത്, അവിടെ ഒരു കൊച്ചു കുടിലെങ്കിലും ഉണ്ടാക്കുവാൻ സന്ദർഭം ഉണ്ടായത് ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ്. ഈ കൃഷ്ണകുമാറും അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപിയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദു വർഗീയതയുടെ പാർട്ടി തിരിച്ചു വന്നാൽ ഈ ജന്മി സമ്പ്രദായം അവരുടെ കൂടെ തിരിച്ചു വരും. പിന്നെ നമ്മൾ ബഹുഭൂരിപക്ഷ ജനങ്ങളും മണ്ണിൽ കുഴികുത്തി കഞ്ഞി കുടിക്കേണ്ടതായിട്ട് വരും. ഇവിടുത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ അത് സ്വപ്നം കാണുന്നവരാണ്. അവരുടെ സ്വപ്നം നടപ്പിലാക്കണോ വേണ്ട എന്ന് നിങ്ങൾ ജനങ്ങളോട് ചോദിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രണയിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമോ? ഒരു മതഭരണകൂടത്തിൽ, ഏത് മതഭരണകൂടമായാലും അവർ പ്രണയത്തിനെ നിരസിക്കുന്നവരാണ്. അതിന് ഇസ്ലാമിക ഭരണകൂടമായാലും ക്രൈസ്തവ ഭരണകൂടമായാലും ഹൈന്ദവ ഭരണകൂടമായാലും സ്വന്തം ജാതിയിൽപ്പെട്ട ആളിനെ മാത്രമേ പ്രണയിക്കാവൂ എന്ന് നിബന്ധനയുണ്ട്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ഒരു കത്തോലിക്ക പുരോഹിതൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്നെപ്പോലെ നിന്റെ കത്തോലിക്കനായ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു സഭയിൽപ്പെട്ട ആളിനെ പോലും സ്നേഹിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇവർ സമ്പൂർണ്ണമായിട്ടും പ്രണയത്തിനെതിരാണ്. നാളെ മനുസ്മൃതി ഇവിടെ ആ ഒരു ഭരണഘടനയായിട്ട് വന്നാൽ, പ്രിയപ്പെട്ട യുവത്വമേ, എനിക്ക് നിങ്ങളോട് വളരെ ഭയത്തോടെ ഉറപ്പിക്കാനുള്ളത്, നിങ്ങളിപ്പോൾ മനസ്സിൽ താലോലിക്കുന്ന മുഴുവൻ പ്രണയബന്ധങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വരും. സ്വന്തം ജാതിയിൽ നിന്ന് ജാതകം നോക്കി സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് കല്യാണം കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ DYFI സ്ത്രീധനത്തിനെതിരെയുള്ള പ്രതിജ്ഞ എടുത്തിട്ടുണ്ടല്ലോ, ആ പ്രതിജ്ഞയെല്ലാം നിങ്ങൾക്ക് കൊണ്ട് കളയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ശക്തമാക്കിയെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ എതിർക്കാൻ സാധിക്കുള്ളൂ. ഇനി നാടൻ പാട്ട് പാടുന്നവരോട്, ഇപ്പം ഞാൻ പാടി നിങ്ങളും പാടി, നാടൻ പാട്ട് പാടുന്നവരോട് ഈ മനസ്സുള്ളവരുടെ പ്രത്യേക സമീപനം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന്, മത്തായി സുനിലിനെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. മത്തായി സുനിൽ ഒരു ക്ഷേത്ര മൈതാനത്ത് നാടൻ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് മത്തായി സുനിലിനോട് പാട്ട് പാടരുതെന്ന് പറയുകയാണ്. ഇത്തരം പാട്ടുകളൊന്നും ക്ഷേത്ര കോമ്പൗണ്ടിൽ പാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മത്തായി സുനിലിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. നാളെ ഈ ശക്തികൾക്ക് അധികാരം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചില്ല. വേറെ ജാസി ഗിഫ്റ്റ് കോലഞ്ചേരി സെയിൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ അതിഥിയായിട്ട് എന്നൊരു പാട്ട് പാടാൻ ശ്രമിച്ചപ്പോൾ പുതിയ പാട്ടുകാർ പാടുന്ന സമയത്ത് എനിക്കറിയാം നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നൃത്തം ചെയ്യും.
ഞാൻ പാട്ടുപാടി ഞാൻ എൻ്റെ നാടൻ പാട്ട് അവതരിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് കൈയടിച്ച് എൻ്റെ കൂടെ കൂടിയത്. ഇവിടെ നിൽക്കുന്നത് വേറെ സിനിമാ ഗായകനായിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഈ സീറ്റിൻ്റെ മുകളിൽ കയറിയെന്ന് അവരോടൊപ്പം നൃത്തം ചെയ്യുമായിരുന്നു. അത് പുതിയ കാലത്തിൻ്റെ ഒരു ട്രെൻഡാണ്. ഈ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജാസി ഗിഫ്റ്റ് അതൊന്നും ആലോചിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരാളിനെ കൂടെ കൂട്ടിയാണ് അദ്ദേഹം നമുക്ക് ഏറ്റവും നല്ല കുറേ പാട്ടുകൾ തന്ന ലജ്ജാവതിയെ, അതുപോലെ പാട്ടുകൾ തന്ന ജാസി ഗിഫ്റ്റ്. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാൻ ശ്രമിച്ചപ്പോൾ ആ പ്രിൻസിപ്പൽ വന്ന് മൈക്ക് പിടിച്ചു വാങ്ങിക്കുകയാണ്. ജാസി ഗിഫ്റ്റിനോട് പാട്ട് പാടരുത് എന്ന് പറയുവാൻ അവരെ പ്രേരിപ്പിച്ച ആ സംസ്കാരത്തിൻ്റെ പേരാണ് സവർണ സംസ്കാരം എന്നുള്ളത്. മാനവീയൻ്റെ ക്രിസ്ത്യൻ മാനവീയൻ്റെ ആണെങ്കിൽ കൂടിയും അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് സവർണ സംസ്കാരമാണ്. ഈ സവർണ സംസ്കാരം വേണോ വേണ്ട എന്നാണ്. വേറൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന RLV രാമകൃഷ്ണൻ്റെ പേരാണ്. എന്താണ് ഈ RLV എന്ന് പറഞ്ഞാൽ? ചില കുട്ടികൾക്ക് തന്നെ സംശയം തോന്നുക. ഈ RLV 3 സാധാരണ നമ്മുടെയൊക്കെ പേരിൻ്റെ കൂടെ ഒറ്റ ഇൻഷലേ ഉള്ളൂ, ഒരു പിതാവ് 3 അച്ഛന്മാർ. എന്തെങ്കിലും വരുന്നത് RLV എന്ന് പറയുന്നത്? RLV എന്ന് പറഞ്ഞാൽ രാധാലക്ഷ്മി വിലാസം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഈ രാധാലക്ഷ്മി വിലാസം? രാധാലക്ഷ്മി വിലാസം എന്നുള്ളത് കൊച്ചി രാജാവ് സ്ഥാപിച്ച ഒരു സംഗീത സ്കൂളിൻ്റെ പേരാണ്. അത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിലെ RLV സ്കൂൾ ഓഫ് മ്യൂസിക് പിന്നീട് ഈ നമ്മുടെ കേരളം ഉണ്ടായ സമയത്ത് കേരള സർക്കാർ ഏറ്റെടുക്കുകയും അതിനോടൊപ്പം മറ്റ് കലാരൂപങ്ങളൊക്കെ പ്രകടിപ്പിക്കുവാനുള്ള പരിശീലിക്കുവാനുള്ള സന്ദർഭം അവിടെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതാണ് RLV. ഈ RLV രാമകൃഷ്ണൻ ആരാണ്? RLV രാമകൃഷ്ണൻ കലാഭവൻ മണി നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. കലാഭവൻ മണിയുടെ സ്വന്തം സഹോദരൻ. കലാഭവൻ മണിയുടെ സംഭാവന എന്താണ്? നമുക്ക് ഒരുപാട് ചലച്ചിത്ര താരങ്ങളുണ്ട്. സത്യനുണ്ട്, നസീറുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരേ ഒരാളുടെ ഓർമ്മ ദിനം മാത്രമാണ് കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഓർമ്മിച്ചിരിക്കുന്നത്. അത് കലാഭവൻ മണിയുടെ ജന്മദിനമാണ്. എന്തുകൊണ്ടാണ്? ആ രീതിയിൽ അദ്ദേഹം ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. സാധാരണക്കാരനായി ജീവിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് ഗാനമേളകളിൽ സ്വന്തം പാട്ടുകൾ പാടി ബോബ് മാർലിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ദലേർ മെഹന്തിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ സ്വന്തം പാട്ടുകൾ, സിനിമാ പാട്ടുകളൊന്നും പാടാതെ, യേശുദാസിൻ്റെ പാട്ടുകളൊന്നും പാടാതെ സ്വന്തമായി പാട്ടുകൾ എഴുതിപ്പിച്ച് സംഗീതം ചെയ്യിപ്പിച്ച് പാടിയ ആളായിരുന്നു കലാഭവൻ മണി. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു പാട്ട് പാടാമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളെല്ലാവരും ഈ കസലയുടെ മുകളിൽ നൃത്തം ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ അതിലേക്ക് തുനിയുന്നില്ല. ഈ കലാഭവൻ മണിയുടെ സ്വന്തം സഹോദരനാണ് RLV രാമകൃഷ്ണൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പം? അദ്ദേഹത്തിൻ്റെ നിറം കറുത്തതാണ് എന്നുള്ളതാണ്. കറുപ്പിന് 7 അഴക് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എങ്കിൽ കൂടിയും കറുപ്പ് ഒരു മോശപ്പെട്ട നിറമാണ് എന്ന് വിശ്വസിക്കുന്ന സംസ്കാരത്തിൻ്റെ പേരാണ് സവർണ സംസ്കാരം. നിങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആളുകൾ ചോദിക്കണം, കറുപ്പ് ഒരു മോശപ്പെട്ട നിറമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ വെളുപ്പിനെയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭരണകൂടം കറുപ്പിനെ സമ്പൂർണ്ണമായിട്ടും നികൃഷ്ട നിറമായിട്ട് മാറ്റുന്ന ഒരു ഭരണകൂടമാണ്. അത് വേണോ വേണ്ടായോ എന്ന് കേരളത്തിലെ ദ്രാവിഡ ജനതയോട് നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും ചർച്ച ചെയ്ത സോഷ്യൽ മീഡിയയിൽ അതായിരുന്നു വളരെ കാലമായിട്ടുള്ള ചർച്ച. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് TM കൃഷ്ണയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണം. TM കൃഷ്ണ ഈ കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ വന്നിട്ട് നാരായണഗുരുവിൻ്റെ കീർത്തനങ്ങൾ അതിമനോഹരമായി പാടിയത് നിങ്ങൾ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും. അദ്ദേഹം പെരിയാറിനെ കുറിച്ചുള്ള പാട്ട്. ആരാണ് ഈ പെരിയാർ? പെരിയാർ എന്ന് പറയുന്നത് നമ്മുടെ ആലുവപ്പുഴ അതുപോലുള്ള പുഴയൊന്നുമല്ല. പെരിയാർ എന്ന് പറഞ്ഞാൽ പെരിയ മനുഷ്യൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, പെരിയ ആള് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നമ്മൾ പെരിയോർ എന്ന് പറയുന്നതിന് പകരമാണ് അവർ പെരിയാർ എന്ന് പറയുന്നത്. പെരിയാർ EV രാമസ്വാമി തന്നെ അർത്ഥം. പെരിയാർ EV സ്വാമി ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു വിപ്ലവകാരിയാണ്. കാര്യം പെരിയാർ EV രാമസ്വാമിയുടെ ശവകുടീരത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൽ അതിരസകരമായിട്ടുള്ള ഒരു മുദ്രാവാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ആ മുദ്രാവാക്യം എങ്ങനെയാണ്? കടവുളില്ലൈ. വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇന്ത്യയിലേക്ക് ഞാൻ അപൂർവമായ മുദ്രാവാക്യങ്ങൾ കാണുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഒന്ന് ബോയ്ക്കോട്ട് ചൈനീസ് ഗുഡ്സ്. ഞാൻ കണ്ടിട്ടുണ്ട്. ചൈനീസ് ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്യണോ? അത് എവിടെ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും? ഞാൻ താമസിക്കുന്ന കരിങ്ങന്നൂരിന് അടുത്തുള്ള ഓയൂര് പോലും ഉണ്ട് ചൈനീസ് ഗുഡ്സ് വിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ചൈനീസ് ഗുഡ്സ് ലോകത്ത് എവിടെയുണ്ട്, ഇന്ത്യയിൽ ഏത് ഗ്രാമത്തിലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ 2 സ്ഥലങ്ങളിൽ ബോയ്ക്കോട്ട് ചൈനീസ് ഗുഡ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് കർണാടകത്തിലെ ബൈരക്കുപ്പ എന്ന പ്രദേശമാണ്. അവിടെ ഈ ബുദ്ധമതക്കാരെ നമ്മുടെ ഈ പൗരത്വ ബില്ലുമായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ബുദ്ധമതക്കാരെ, ടിബറ്റിൽ നിന്ന് ഓടി വന്ന ബുദ്ധമതക്കാരെ, ദലൈ ലാമ അടക്കമുള്ളവരെ ഈ നെഹ്റു താമസിപ്പിച്ച 2 സ്ഥലങ്ങളിലൊന്നാണ് ഈ ബൈലക്കുപ്പ. അവിടെയാണ് ബോയ്ക്കോട്ട് ചൈനീസ് ഗുഡ്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെയുള്ള അപൂർവ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ചില സ്ഥലങ്ങൾ. ഈ അപൂർവ മുദ്രാവാക്യങ്ങൾ എഴുതി വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം, ഇത് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യം. കറുപ്പിന് വേണ്ടിയുള്ളൊരു വാദം. പെരിയാർ അങ്ങനെ എഴുതി വെച്ച ആളാണ്. കടവുളില്ലേ, കടവുളില്ലവേ ഇല്ലേ. അതിന് മലയാളം ദൈവമില്ല, ദൈവം ഇല്ലയേ ഇല്ല. ഇങ്ങനെ ചിന്തിക്കുവാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ?
ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാമോ? ദൈവത്തിന് വോട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വോട്ട് നമുക്ക് കിട്ടുമോ എന്നുള്ള പേടിയൊക്കെ നിങ്ങൾക്ക് കാണും. ഇങ്ങനെ പറഞ്ഞ ആളുകളാണ് തമിഴ്നാട്ടിൽ 1967 മുതൽ ഇന്നേ വരെ അധികാരത്തിലിരിക്കുന്നത് എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരടക്കമുള്ളവർ ഓർമ്മിക്കണം. ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞവരാണ്. ആദ്യം വന്നയാള് CN അണ്ണാദുരൈ, അതിനുശേഷം വന്ന കരുണാനിധി, ഇന്ന് വരെയുള്ള എല്ലാ മുഖ്യമന്ത്രി, പിന്നെ 67 ശേഷം ഇന്നേ വരെ ഈ ദ്രാവിഡ സ്വഭാവമുള്ളവരല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തമിഴ്നാട്ടിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹമാണ് EV രാമസ്വാമി. EV രാമസ്വാമിയെ കുറിച്ചുള്ള കവിതകൾ ചൊല്ലുക, കവിതകൾ ആലപിക്കുക, അതുപോലെ തന്നെ ഇസ്ലാം ഭക്തി നിറഞ്ഞ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ രീതിയിൽ ആലപിക്കുക, നാരായണ ഗുരുവിൻ്റെ കൃതികൾ ആലപിക്കുക. അങ്ങനെയുള്ള TM കൃഷ്ണയ്ക്ക് സംഗീത കലാനിധി എന്ന പുരസ്കാരം കൊടുക്കുവാൻ തമിഴ്നാട് തീരുമാനിക്കുമ്പോൾ അയാൾക്കത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്നത് തമിഴ്നാട്ടിലെ ബ്രാഹ്മണ സമൂഹമാണ്. ഈ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ആധിപത്യം ഉണ്ടാകണോ? നിങ്ങൾക്കറിയാം, ബേബി അടക്കമുള്ളവരുടെ ഒരു ശോഭനമായിട്ട് MF ഹുസൈൻ എന്ന് പറയുന്ന വലിയ ചിത്രകാരന് കേരളത്തിൽ നിന്ന് ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. അന്ന് ആ അവാർഡ് കൊടുക്കാൻ അദ്ദേഹത്തിന് ഇവിടെ വരാൻ സാധിച്ചില്ല. കാര്യം കേരളത്തിലെ ഹിന്ദുമത വർഗീയവാദികൾ പറഞ്ഞു, ഈ MF ഹുസൈൻ എന്ന് പറയുന്ന ആള് സരസ്വതി ദേവിയെ മോശമായിട്ട് ചിത്രീകരിച്ച ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ആ പാവപ്പെട്ട മനുഷ്യൻ പുറത്തെവിടെ പോയി, കുവൈറ്റിലോ മറ്റോ പോയിട്ട് അവിടുത്തെ പൗരത്വം സ്വീകരിച്ച് അവിടെ വെച്ച് മരിക്കുകയായിരുന്നു. ഇതുപോലെയുള്ളൊരവസ്ഥ TM കൃഷ്ണയുടെ പേരിൽ ഉണ്ടാകണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പാട്ടിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ കറുപ്പ് നിറത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ബോബ് മാർലിയുടെ നിറത്തെ, മൈക്കൽ ജാക്സന്റെ നിറത്തെ, കലാഭവൻ മണിയുടെ നിറത്തെ, സത്യന്റെ നിറത്തെ, PK റോസിയുടെ നിറത്തെ ഒക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിറരഹിതമായ നിറത്തിനപ്പുറത്തുള്ള ഒരു മനുഷ്യനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പറയേണ്ടതായിട്ടുണ്ട്, ജനങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ സവർണ സ്വഭാവമുള്ള ആളുകൾക്കെതിരെ പ്രതികരിക്കണമെങ്കിൽ ലോക്സഭയിൽ മുകേഷിനെ പോലെയുള്ള ഇടതുപക്ഷത്തിൻ്റെതായ ആളുകൾ വരേണ്ടതായിട്ടുണ്ട് എന്ന് പറയണം. ഏറ്റവും നല്ല സാഹിത്യ സംഘാടനം നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൻ്റെ സാഹിത്യ അക്കാദമി നടത്തിയ ലിറ്ററേച്ചർ ഫെസ്റ്റിനെ കുറിച്ച് ബാലേന്ദ്രൻ ചുള്ളിക്കാട് അടക്കമുള്ളവർ കുറേയേറെ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനതിൽ പങ്കെടുത്ത ഒരാളാണ്. എന്തോ ഒരു ജനസാന്നിധ്യമായിരുന്നു, ബഹുജന പങ്കാളിത്തം വളരെ വലുതായിരുന്നു. അതേസമയം ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഗുഡ് ലിസ്റ്റിൽപ്പെട്ട ആളല്ല ഞാൻ. ഒരിക്കൽ പോലും അവരുടെ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടില്ല. അത് കേന്ദ്ര സാഹിത്യ അക്കാദമിന് കാരണമുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിന് ഉള്ളിൽ വെച്ച് ഒരു കവി സമ്മേളനം നടത്തി, യുവാക്കളുടെ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ അയ്യപ്പ പണിക്കരായിരുന്നു. അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരിൽ ഏക യുവാവ് ഞാനാണ് എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ അയ്യപ്പ പണിക്കർ താടിയും നിലപണിയൊക്കെ നരച്ച അയ്യപ്പ പണിക്കരാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കുറേ ചെറുപ്പക്കാർ പറഞ്ഞു, ഇവിടെ ചെറുപ്പക്കാരുമില്ല, നമ്മൾ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ പോയി സമരം ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരെയും കൂട്ടി അവിടെ പോയിട്ട് കറുത്ത കൊടിയും പിടിച്ച് അവിടെ ചെന്നിട്ട് പറഞ്ഞു, പവിത്രൻ തീക്കുനി എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, നിങ്ങളിവിടെ യുവാക്കളുടെ സമ്മേളനം നടന്ന സമയത്ത് ഈ കവി ആയഞ്ചേരി ചന്തയിൽ മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. വടകരയിൽ ആയഞ്ചേരി ചന്തയിൽ മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എന്നെ അവർ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ സന്ദർഭം ഉണ്ടായിട്ടില്ല. പക്ഷേ അത്ഭുതകരമായിട്ട് ചില അത്ഭുതങ്ങൾ സംഭവിക്കാമല്ലോ. ഇത്തവണ കേന്ദ്ര സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച ഒരു ലിറ്റററി ഫെസ്റ്റിൽ എന്നെയും കൂടി വിളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ കവി സമ്മേളനമാണ്. മലയാളത്തിൽ നിന്ന് 2 പ്രതിനിധികളുണ്ട്. ഒന്ന് പ്രഭാവർമ്മ, അദ്ദേഹം അധ്യക്ഷനാണ്. പിന്നെ ഒന്ന് ഞാനാണ്. വേറൊന്ന് സിന്ധി ഭാഷയെ പ്രതിനിധീകരിക്കുന്ന കവിയാണ്. വേറൊന്ന് കന്നഡയെ പ്രതിനിധീകരിക്കുന്ന ഒരു കവിയാണ്. ഇത്രയും പേര് മാത്രമേ അവിടെയുള്ളൂ. ഇത്രയും കവികളും പിന്നെ ആകെ കൂടി അവിടെ ഉണ്ടായിരുന്നത് 18 ഈ ശ്രോതാക്കളുമായിരുന്നു. 18 പേര് മാത്രമാണ് ഓഡിറ്റോറിയത്തിലുണ്ടായത്. ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുക, സദസ്സിൽ ഞാൻ 18 പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 18 പേരിൽ 5 പേര് ഞാൻ ഡൽഹിയിൽ ചെന്നതുകൊണ്ട്, ഞാൻ അങ്ങനെ ഡൽഹിയിൽ പോകുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ആ കൗതുകത്തിന് വന്ന മലയാളികളായിട്ടുള്ള എന്നെ അറിയാവുന്ന 5 പേര്, 2 പേര് ഈ വീഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്, ബാക്കിയുള്ളവരൊക്കെ മറ്റ് കവികളുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകൾ. ഇതാണ് അവരുടെ സംഘാടകത്വം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സംഘാടകത്വം എത്രയോ മികച്ചതാണ്, കേരളത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനം എത്രയോ മികച്ചതാണ്, കേരളത്തിൻ്റെ നിലപാടുകൾ എത്രയോ മികച്ചതാണ്. ഈ നിലപാടുകൾ നാളെയും തുടരണം എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗങ്ങളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ അവിടെ ഉണ്ടായാലേ പറ്റുള്ളൂ. ഇടതുപക്ഷം ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെയാണ് നടത്തിയിരിക്കുന്നത്. ഓരോ നിയോജകമണ്ഡലം, ഒരുപാട് നിയോജകമണ്ഡലങ്ങളിൽ പല കാര്യങ്ങൾക്കായിട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ലാത്ത സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ചും രവീന്ദ്രനാഥിനെ പോലെയൊക്കെയുള്ള സ്ഥാനാർത്ഥികൾ, ആർക്കും യാതൊരു എതിരഭിപ്രായവും ഇല്ല. ഏതെങ്കിലും ഒരു അടിയൊഴുക്കുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ
ഒരു പക്ഷേ UDF വിജയം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം നല്ല സ്ഥാനാർത്ഥികളാണ്. നിങ്ങൾ സജീവമാകണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സജീവമായിട്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം പാർലമെൻറ്റിൽ ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കുകയും വേണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.